ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ അന്തിമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ പേരുകളും സജീവ പരിഗണനയിലാണ്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ നയങ്ങളോട് കൂറ്, ആരിഫ് മുഹമ്മദ് ഖാന്റെ വിപുലമായ അനുഭവജ്ഞാനം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ശക്തനായ സ്ഥാനാർത്ഥി എന്നാണ് കണക്കുകൂട്ടൽ. സെപ്റ്റംബർ 9 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവ്രത്, കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട്, സിക്കിം ഗവർണർ ഓം മാത്തൂർ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. RSS സൈദ്ധാന്തികനായ ശേഷാദ്രിചാരിയുടെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയിലാണ്. അടുത്ത ഉപരാഷ്ട്രപതി പാർട്ടിയിൽ നിന്നുള്ളയാളും പാർട്ടിയുടെയും RSSന്റെയും പ്രത്യയശാസ്ത്രവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കുമെന്ന് ബി.ജെ.പി. നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശിനെയും നോമിനിയായി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി ഗവർണർമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജൂലൈ 21 ആരോഗ്യപരമായ കാരണങ്ങളാൽ ജഗ്ദീപ് ധൻകർ അപ്രതീക്ഷിതമായി രാജിവെച്ചതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തിനും കേന്ദ്രത്തിനുമിടയിൽ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ധൻകറിന്റെ പെട്ടെന്നുള്ള രാജിക്ക് ശേഷം ബി.ജെ.പി. ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDAക്ക് മികച്ച മുൻതൂക്കം ഉണ്ടായിരുന്നിട്ടും പക്ഷേ ഈ തവണ സ്ഥിതി വഷളാകുമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പരമാവധി വോട്ടുകൾ നേടുന്നതിനുള്ള തന്ത്രങ്ങളാണ് NDA ആവിഷ്കരിക്കുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് MP-മാരെ പരിശീലിപ്പിക്കുന്നതിനായി പാർലമെന്റ് മന്ദിരത്തിൽ 3 ദിവസത്തെ ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ടവർ ഒരു സമവായമുണ്ടാക്കാൻ ശ്രമം നടത്തിയേക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത ഉപരാഷ്ട്രപതിയായി ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിനെ ബി.ജെ.പി. തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് താക്കൂറിന്റെ പേരും ഉയർന്നുവരുന്നത്. ജഗ്ദീപ് ധൻകറിന്റെ രാജി കാരണം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം ലഭിക്കുമെന്നൊരു വാദവും നിലവിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിനെ സന്തുഷ്ടനാക്കാൻ വേണ്ടിയുള്ള നീക്കമായും ഇത് വിലയിരുത്തപ്പെടുന്നു. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ താൽപര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരണം ലഭിച്ചിട്ടില്ല. നിതീഷ് കുമാറിനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത് സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ഇടം തുറക്കാനും NDAയുടെ ഐക്യം തുടരുന്നുവെന്ന് സൂചിപ്പിക്കാനും സഹായിക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ബി.ജെ.പിക്ക് ഏറെ പ്രിയമുള്ളയാളാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 2019 മുതൽ 2024 വരെ കേരള ഗവർണറായിരുന്നു. 2024 ഡിസംബർ 24 ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി നിയമിതനാകുന്നത്. കേന്ദ്ര സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ബി.ജെ.പിയുടെ മുസ്ലിം മുഖം കൂടിയാണ്. സംസ്ഥാനത്ത് അദ്ദേഹം ഗവർണറായി തുടർന്നപ്പോൾ RSSനെയും ബി.ജെ.പിയെയും പരമാവധി പ്രീതിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടുതൽ സാധ്യത നൽകുന്നുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.